കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ മേമയുടെ വീട്ടിലെത്തിയിരിക്കട്ടെ. മേമ പിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. അല്ല, അയ്യോ സോറി ഗൈസ്, പച്ചടിട്ടാ ഗൈസ്. അപ്പൊ പൊന്നി പൂ നന്നാക്കാട്ടെ. പൊന്ന ഒരു ഹായ് കൊടുത്തേ. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വീട്ടില് 2 പുലികൾ വന്നിരിക്കട്ടാ. ഒന്ന് ജിത്ത് പുലിയും 2 പൊന്നൂസ് പുലിയും. ആടി ഓണം വ്ലോഗ് ഹായ് പറയടി. ഗൈസ്, അപ്പൊ ഞങ്ങള് പരിപാടി തുടങ്ങിയിരിക്കാണ്. ഗൈസ്, അപ്പൊ ഇവിടെ പൂ നന്നാക്കൽ പരിപാടി നടന്നോണ്ടിരിക്കട്ടെ. ഇവിടെ എല്ലാരും ഉണ്ട്. ജിത്തുട്ടുണ്ട്. ഇത് ഞങ്ങള് നന്നാക്കാട്ടെ. അത് ശങ്കര നന്നാക്കാട്ടെ. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് ഈ കായ വറുത്തത് തിന്നിട്ടാട്ടാ പൂക്കളിടാനുള്ള സാധനങ്ങൾ സെറ്റ് ആക്കണം. പൊന്ന ഹായ് പറഞ്ഞേ. പൊന്നൂസ ഹായ്. ജിത്തുട്ട ഹായ്. അപ്പൊ ഗൈസ്, ഇത് ഞാനും പൊന്നൂസും ജിത്തുട്ടനും കൂടി നന്നാക്ക. അത് ശങ്കു നന്നാക്കാട്ടാ. പൊന്നൂസ് കുറച്ച് നേരത്തെ അതിലായിരുന്നു, ഇതിക്ക് ചാടി. ജിത്തുട്ടനും പൊന്നൂസും ഉണ്ടമല്ലി നന്നാക്കാട്ടെ. ഞാനും പൊന്നനും ഇത് നന്നാക്കാട്ടെ. എന്നിട്ടാണ് ഗൈസ്, ഈ തൃക്കാരപ്പന്റെ ഒരെണ്ണം വെളുത്തതും ബാക്കിയൊക്കെ ചോപ്പ് ചെയ്യാന്നാട്ടാ പൊന്നി പറയണത്. അല്ല പൊന്ന ഗൈസ്, അങ്ങനെ ശങ്കര പുള്ളി കുത്തി തുടങ്ങിട്ടാ. ശങ്കു എത്രണ്ണായി? ശങ്കു ഇവിടെ 2 കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 പേരും കൂടി കുത്താണ്. പൊന്ന കൈന വല്ലതും നടക്കൂന്ന്. പൊന്ന വല്ലതും നടക്കൂന്ന്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വല്യമ്മയുടെ വീട്ടിലെത്തിയിരിക്കട്ടെ. വല്യമ്മയുടെ വീട്ടില് 2 പൂവൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാട്ടാ. ഗൈസ്, അപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ അട റെഡി ആയിട്ടുണ്ട്. പിന്നെ മോര് കറി ഉണ്ടാക്കി. പിന്നെ വല്യമ്മ ഇഞ്ചമ്പുള്ളി ഉണ്ടാക്കിയിട്ടാ. അത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി വിശേഷങ്ങൾ പതിയെ അറിയിക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പം ശങ്കരനും ആസ്റ്റിൻ ചേട്ടനും കൂടിയാട്ടാ അത്തകളത്തിനുള്ള സാധനങ്ങൾ വരയ്ക്കാൻ നിൽക്കണത്. ബാക്കി വിശേഷങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇവിടെ ഒരുത്തിയുണ്ട്, ഫോണ് നോക്കാൻ മാത്രമേ ഉപകാരമുള്ളൂ. ഗൈസ്, ഓണം കൊള്ളാൻ വേണ്ടി കട്ട കൊണ്ട് വെച്ചത് പൂച്ച കയറിയിരിക്കുന്നു. അങ്ങനെ ഞാൻ പുള്ളി കുത്തായിരുന്നു. എന്നിട്ട് മാവൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും അവസാനം അതെടുത്ത് ഞാൻ പുള്ളി കുത്തും ചെയ്തു. പുള്ളി കുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തെളിയണില്ല എന്ന്. ഏറ്റവും അവസാനം ഞങ്ങളത് മാറ്റി പിടിച്ചു. ഗൈസ്, പാപ്പന്റെ ബുദ്ധി കണ്ട. പാപ്പ വൈറ്റ്നർ എടുത്ത് വരയ്ക്കാട്ടാ തൃക്കാരപ്പന്റെ. പാപ്പന്റെ ബുദ്ധി. പാപ്പ ഒന്ന് നോക്കിയങ്ങട് ഹായ് പറഞ്ഞ. അടുത്ത വരത്തേക്ക് കൂടി കൂട്ടി വരച്ചു. അങ്ങനെ ഓണം കൊള്ളാൻ വേണ്ടിയിട്ട് തിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ ഞങ്ങൾ തൃക്കാരപ്പനെയൊക്കെ എടുത്ത് വെച്ച് ഓണം കൊണ്ടു. ഹീറോ 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 ഹീറോ. ഗൈസ്, അപ്പം അനിയനാണ് കേട്ടോ ഓണം കൊണ്ടുവന്നത് വീട്ടിൽ. ഇവിടെ കൊണ്ടിട്ട് തൃക്കാരപ്പനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ്, വല്യമ്മയുടെ ഇവിടെ ഓണം കൊണ്ട് കഴിഞ്ഞു കേട്ടോ. അതേ ഇവിടെ വിളക്ക് വെച്ചു. ഇതേ പഠിക്ക് വെച്ചേക്കണ്. അങ്ങനെ അത്തം പൂക്കളിട്ട് തുടങ്ങി അവർ 2 പേരും. അങ്ങനെ ഞങ്ങൾ പൂക്കളിട്ട് കഴിഞ്ഞു കേട്ടോ. അതേ ഇതാട്ട പൂക്കളം ഞങ്ങൾ ഓണം കൊണ്ട് 12 മണിക്ക് ഓണം കൊണ്ട് കഴിഞ്ഞിട്ട് തൊട്ട് ഇടാതിരിക്കണത് ഇപ്പം 5:45 ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇപ്പോൾ ഇനി
ബാക്കി വിശേഷങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു 7 മണിയോട് കൂടി ഞങ്ങൾ വീണ്ടും അത്തങ്ങളെ ഇടാൻ തുടങ്ങി. വല്യമ്മയുടെ വീട്ടിൽ അപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. ഞാനും ചേട്ടനും കൂടിയാട്ട് ഇട്ടത്. അങ്ങനെ ഏറ്റവും അവസാനം പൂക്കളൊക്കെ ഇടലൊക്കെ കഴിഞ്ഞ് ഫൈനലി ലുക്കായി വന്നേക്കണത് പൂക്കൾ ഇങ്ങനെയാട്ടാ. ജയ്സ്, അങ്ങനെ ഞാൻ പൊന്നിയുടെ വീട്ടിലെത്തിയിരിക്കട്ടോ. പൊന്നി ഇതേ പൂക്കൾ ഇട്ടോണ്ടിരിക്കട്ടാ. പൊന്നൊരായി പറഞ്ഞേടാ. അങ്ങനെ ഇവിടത്തെയും പൂക്കളിട്ട് കഴിഞ്ഞു. ഇവിടത്തെ പൂക്കളത്തിൻ്റെ അവസാന ലുക്ക് ഇതാട്ടാ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാട്ടാ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറുണ്ട്, പിന്നെ പാലട പായസം ഉണ്ട്, സാമ്പാർ, കാബേജ്, പച്ചപ്പയർ, പിന്നെ തൈരുണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചമ്പുള്ളി, പിന്നെ 2 തരം പഴമുണ്ട്, ശർക്കര വരട്ടി, ഉപ്പേരിയുണ്ട്, അവിലുണ്ട്, പിന്നെ മോര് കറി ഉണ്ട് കേട്ടോ. ഇത്രയായിട്ട് ഇന്ന് സദ്യക്കുള്ള സ്പെഷ്യല്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.